നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടിന്റെ ചരിത്രാവശേഷിപ്പുകളാണ്. മഹാശില സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ. മനുഷ്യൻ മഹാശിലകൾ അഥവാ മെഗാലിത്തിക്കുകൾ ഉപയോഗിച്ച് പൂർവിക ആരാധന നടത്തിയിരുന്ന കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളായി ഇന്നും നിലനിൽക്കുന്ന മെഗാലിത്തിക് മോണിമെന്റുകളിൽ ചിലതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് ചിറമനങ്ങാട് വില്ലേജിലെ കുടക്കലുപറമ്പ് എന്ന സ്ഥലത്താണ് ഇത്രയും മഹാശില സ്മാരകങ്ങൾ കാണുന്നത്. ഈ സ്മാരകങ്ങളുടെ സവിശേഷതകൾ നമുക്ക് പരിശോധിക്കാം. മനുഷ്യ ചരിത്രത്തിലെ സുപ്രധാനമായൊരു ഏടാണ്. അവൻ കൂടുതൽ കാഠിന്യമുള്ളതും ഉപയോഗിക്കാൻ എളുപ്പമായതുമായ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് വിപ്ലവകരമായ നിരവധി നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചത്. സ്വന്തം മേധയെ ജ്വലിപ്പിച്ച് സർഗാത്മകയുടെ പുതിയ ഉന്നതലങ്ങളിലേക്ക് മനുഷ്യൻ നടന്നുകയറിയ കാലഘട്ടം. സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും മനുഷ്യ മനസ്സിൽ അങ്കുരിച്ച കാലം. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ വികാസങ്ങൾക്കും പുരോഗതികൾക്കും അടിത്തറ പാകിയ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. ഉത്തരേന്ത്യയിൽ ഗംഗാ സമതലത്തിൽ ഈ കാലഘട്ടം വേദകാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലാകട്ടെ സംഘകാലഘട്ടം എന്ന പേരിലും. സംഘം കൃതികൾ എന്ന് വിളിക്കപ്പെടുന്ന സാഹിത്യ രചനകൾ രചിക്കപ്പെട്ട കാലഘട്ടമായതുകൊണ്ടാണ് ഈ കാലഘട്ടം ദക്ഷിണേന്ത്യയിൽ, പ്രധാനമായും പ്രാചീന തമിഴകത്ത് സംഘകാലഘട്ടം എന്നറിയപ്പെട്ടത്. സംഘകാലഘട്ടത്തിൽ മനുഷ്യൻ അനുവർത്തിച്ചിരുന്ന മൃതദേഹ സംസ്കരണ രീതിയുടെ അവശേഷിക്കുന്ന തെളിവുകളാണ് ഇവിടെ കാണുന്ന കുടക്കല്ലുകളുടെയും തൊപ്പിക്കല്ലുകളുടെയും കല്ലറകളുടെയും കൽഗുഹകളുടെയും ഒക്കെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ പൂർവികാരാധനയിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകളുമാണ് ഈ കുടക്കല്ലുകളും മറ്റ് മെഗാലിത്തിക് മോണിമെന്റുകളും. മൃതദേഹം സംസ്കരിക്കുന്നയിടത്ത് വലിയ കല്ലുകൾ കുടയുടെയും പത്തിയുടെയും മറ്റു രൂപത്തിൽ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും മണ്ണിനങ്ങളുടെയും ശിലാവസ്തുക്കളുടെയും പ്രത്യേകതകൾ അനുസരിച്ചായിരുന്നു മൃതദേഹ സംസ്കരണ രീതി. വെട്ടുകല്ലുകൾ ധാരാളമായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ അത്തരം ശിലകൾ വൃത്താകാരത്തിൽ വെട്ടിയെടുത്ത് മൃതദേഹം സംസ്കരിച്ചയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്ന രീതിയായിരുന്നു ഇത്. വൃത്താകാരത്തിലുള്ള ശിലകൾ മണ്ണിൽ സ്ഥാപിച്ചതിനെ ചരിത്രകാരന്മാർ തൊപ്പിക്കല്ലുകൾ എന്നും, കുടകളുടെ ആകൃതിയിൽ നിർമ്മിച്ചതിനെ കുടക്കല്ല് എന്നും, പത്തിയുടെ ആകൃതിയിൽ നീളത്തിൽ കല്ല് വെട്ടിയെടുത്ത് സ്ഥാപിച്ചതിനെ പത്തിക്കല്ല് എന്നും വിളിച്ചിരുന്നു. ഒറ്റയ്ക്ക് സ്ഥാപിച്ചിരുന്ന ഇത്തരം ശിലകൾക്ക് പുലിക്കല്ലെന്നും പേരുണ്ട്. ഉറച്ച ചെങ്കൽ മണ്ണും ചെങ്കൽ പാറകളും കാണപ്പെടുന്ന ഇടങ്ങളിൽ മണ്ണ് കുഴിച്ച് ഭൂമിക്കടിയിൽ അറകൾ അഥവാ ഗുഹകൾ നിർമ്മിച്ച് അതിനകത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന രീതിയും ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന ചെങ്കൽ ഗുഹകളും ചെങ്കൽ അറകളുമൊക്കെ അതിൻ്റെ അവശേഷിപ്പുകളാണ്. ഈ സ്മാരകങ്ങളെല്ലാം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. മനുഷ്യന്റെ പുരോഗതിയുടെ ചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടമായിരുന്ന ഇരുമ്പ് യുഗത്തിലെ ഇന്ന് അവശേഷിക്കുന്ന ചരിത്രാവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നു മാത്രമാണ് ഈ സ്മാരകങ്ങളിൽ പ്രാധാന്യം വ്യക്തമാക്കുന്നത്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി മെഗാലിത്തിക് മോണിമെന്റുകൾ സംരക്ഷിക്കപ്പെടുന്നു. മുനിയാട്ടുകുന്നിലെയും കനകമലയിലെയും ചാലക്കുടി, കൊടകര തുടങ്ങിയിടങ്ങളിലെയും മുനിയറകളും ചതുപ്പ് പ്രദേശങ്ങൾ നിറഞ്ഞ ചേർപ്പ്, ആറാട്ടുപുഴ, കാറളം, പുഴയ്ക്കൽ, ചാവക്കാട് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും കണ്ടെത്തിയ നന്നങ്ങാടികളും അരിയന്നൂർ കുടക്കല്ല് പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കുടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും പത്തിക്കല്ലുകളും ചൊവ്വന്നൂരിലെയും ഇയാലിയിലെയും കണ്ടാണിശ്ശേരിയിലെയും ചങ്കല്ല മറകളുമൊക്കെ ഇത്തരത്തിൽ പുരാവസ്തു വകുപ്പിൽ സംരക്ഷിക്കപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾക്ക് ഉദാഹരണമാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള ചിറമലങ്ങാടിലെ കുടക്കല്ലുകളും മറ്റ് സ്മാരകങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. കുന്നംകുളത്ത് നിന്നും വടക്കാഞ്ചേരിയിലേക്കുള്ള റോഡ് വഴിയാണ് ചിറമലങ്ങാട് പ്രീ ഹിസ്റ്റോറിക് സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഏറെ സഹായകരമായതും കൗതുകമുളവാക്കുന്നതുമായ വസ്തുക്കളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.